ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്നാണൊന്ന് ഫ്രീ ആയത്. ഇന്നലെ എനിക്കൊരു സീരിയലിൻ്റെ വർക്കുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ അല്ല, സൂര്യയിലൊരു പുതിയ സീരിയൽ വരുന്നുണ്ട്, പെയ്തൊഴിയാതെ. എല്ലാവരും കാണണം കേട്ടോ. നല്ലൊരു സീരിയലാണ്. രാജീവ് സാറിൻ്റെ സീരിയലാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്, രാജീവ് അൻസൽ എന്ന് പറയുന്ന ആളുടെ സീരിയലാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സീരിയലുകൾ നമ്മുടെ കേരളം, ഏഷ്യാനെറ്റ് എന്നീ ചാനലുകളിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അതിൽ കാവാലം ഭാഗത്തായിരുന്നു ഇന്നലെ ഷൂട്ടിങ്. പോലീസ് വേഷമാണ് ചെയ്തത്. എങ്കിലും വളരെ നല്ലൊരു ഫ്രെയിം തന്നെ നമുക്ക് കിട്ടിയെന്ന് പറയാം. ഒത്തിരി ഒന്നുമില്ല എങ്കിലും. പിന്നെ എന്തായാലും വേറൊരു കാര്യം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് മറ്റൊന്നുമല്ല, ഈ മഴ കാരണം നമ്മുടെ ഒത്തിരി ആളുകൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാവാലം ഭാഗം, ആലപ്പുഴ ഭാഗത്ത് പോയപ്പോൾ അവിടെയുള്ള ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭയങ്കരമാണ് ഗൈസ്. കാരണം പാവപ്പെട്ട ആളുകൾ ഒരുപാട് വെള്ളത്തിൽ കൂടെ നീന്തിയും നടന്നും ഒക്കെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം അവിടെയുള്ള വീടുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഒരു കാൽഭാഗത്തോളം വെള്ളത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എല്ലാം സ്കൂളിൽ പോകുന്നതിനായിട്ട് തൻ്റെ സ്വന്തം ചുണ്ടൻ വള്ളങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. ഒരു ചെത്തുതൊഴിലാളിക്കാരനായ ഒരു പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് ജീവിക്കാൻ പോലും നിവർത്തിയില്ല. പക്ഷേ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് അയാൾ ഒരു 10,000 രൂപ മുടക്കി ഒരു ചുണ്ടൻ വെള്ളം ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ചുണ്ടൻ വെള്ളത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളുണ്ട്, പിന്നെ ബോട്ടിംഗ് സർവീസുണ്ട്. അപ്പം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മുക്കാൽ ഭാഗവും വെള്ളത്താൽ തന്നെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യരെല്ലാവരും ഈ മഴ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും സഹായങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലെല്ലാം എന്തോരം സ്ഥലങ്ങളിലാണ് ഒരുപാട് വീടുകളും അതുപോലെ സ്ഥലങ്ങളും കാട് പിടിച്ച് കിടക്കുന്നത്, മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം നമ്മളാരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം അത് മനുഷ്യർക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് തന്നെ ആളുകൾക്ക് മുൻപോട്ട് വരണമെന്നാണ് എനിക്ക് ഇന്നലത്തെ ആ കാഴ്ച കണ്ടപ്പോഴും മനസ്സിലായത്. അതുപോലെ തന്നെ ഇനി 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു നില മുഴുവനും വെള്ളത്തിലായി, എല്ലാം തവിട് പൊടിയായി എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ അങ്ങനെ ആ ഒരു നല്ല സങ്കടകരമായ കാഴ്ചയാണ് എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മുടെ പ്രകൃതിയുടെ ഓരോ പ്രകൃതിക്ഷോഭങ്ങളും പാവം മനുഷ്യരാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു സീരിയൽ കാണുമ്പോൾ നമ്മൾ പറയും, ഓ രസമില്ല, കൊള്ളത്തില്ല, അതെന്തിനാണ്, ഒരു രസമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യും. അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് നിങ്ങൾക്കറിയാവോ? എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സീനും പിടിക്കുന്നത്. അപ്പം ഓരോ സിനിമയായാലും സീരിയലായാലും അതിലെല്ലാം അതിൻ്റേതായ മൂല്യങ്ങളുണ്ട്. നല്ലതിനെ മാത്രം ഉൾക്കൊള്ളുക, ചീത്തതിനെ പുറന്തള്ളുക എന്ന് ചെയ്യുക. അപ്പം ചില ആളുകൾക്ക് സീരിയൽ എന്ന് പറയുമ്പോൾ പുച്ഛമാണ്. എന്തിനാണ് ഓരോന്നിനെയും പുച്ഛിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ അനുഭവ കഥകൾ തന്നെയാണ് സീരിയലായിട്ടും സിനിമയായിട്ടും എല്ലാം വരുന്നത്. അപ്പം നമ്മൾ അതിലെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളുക, ചീത്ത വശങ്ങളെ പുറന്തള്ളപ്പെടുക. ഒരു സീരിയലോ ചീത്തയാക്കുകയില്ല, സിനിമയോ മനുഷ്യരെ ചീത്തയാക്കുകയില്ല. ഇതെല്ലാം ഒരു എൻ്റർടൈനിങ് പ്രോഗ്രാമാണ്. ഇപ്പം അരമണിക്കൂർ സീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം ആ ജോലിയിൽ നിന്നും ഒരു റിലാക്സേഷനും കൂടിയാണ് കിട്ടുന്നത്, അല്ലേ? പണ്ട് കാലത്തെ ആളുകളെ പോലെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട. കുറച്ച് നേരം അടുക്കളയിൽ ജോലി കഴിഞ്ഞു, ഒരു അരമണിക്കൂർ സീരിയൽ, അതിലത്ര പുച്ഛിക്കാനൊന്നുമില്ല. ചില ആളുകൾക്ക് പുച്ഛ മനോഭാവത്തോടെയാണ്, ഓ സീരിയലോ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെടുന്നു. അങ്ങനെയൊന്നും ആരും ഒന്നിനെയും പുറന്തള്ളപ്പെടരുത്. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് ആ സീരിയലിൻ്റെ ആയാലും സിനിമയുടെ എല്ലാം ഇൻട്രസ്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നിങ്ങളെ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, ആരും പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.